കൊൽക്കത്തയുടെ ഹൃദയഭാഗത്തിലൂടെ കടന്നുപോകുന്ന റെഡ് റോഡ്, നഗരത്തിന്റെ ജീവനാഡി എന്ന് വിശേഷിപ്പിക്കാവുന്ന ഈ പാത ഇന്ന് മറ്റൊരു വലിയ രാഷ്ട്രീയ വിവാദത്തിന് സാക്ഷ്യം വഹിക്കുകയാണ്. എന്തുകൊണ്ടാണ് ഒരു റോഡ് അടച്ചിടുന്നത് ഇത്ര വലിയ ചർച്ചയാകുന്നത്? കഴിഞ്ഞ കുറേ ദിവസങ്ങളായി കൊൽക്കത്ത നഗരത്തിൽ സാധാരണക്കാർ കേൾക്കുന്ന ഒരു പ്രധാന പരാതി ഗതാഗത തടസ്സമാണ്. ജൂൺ 21 അന്താരാഷ്ട്ര യോഗാ ദിനത്തോടനുബന്ധിച്ച് പ്രധാനമന്ത്രിയുടെ പരിപാടികൾക്കായി റെഡ് റോഡ് ഒരാഴ്ചയോളമാണ് അടച്ചിട്ടിരിക്കുന്നത്. നഗരത്തിന്റെ മധ്യഭാഗത്തുകൂടി പോകുന്ന പ്രധാന പാത അടച്ചിട്ടതോടെ കൊൽക്കത്തയിലെ ഗതാഗതം താറുമാറായി. ടാക്സി ഡ്രൈവർമാർക്ക് ഓട്ടം കുറയുന്നു. ഓഫീസിലേക്ക് പോകുന്നവർ മണിക്കൂറുകളോളം ട്രാഫിക്കിൽ കുടുങ്ങുന്നു. എന്നാൽ ഈ അടച്ചിടലിന് പിന്നിലെ യഥാർത്ഥ പ്രശ്നം ഗതാഗത തടസ്സം മാത്രമല്ല, മറിച്ച് ഇതിന്റെ പിന്നിലെ രാഷ്ട്രീയ വൈരുദ്ധ്യങ്ങളാണ്. ഇവിടെയാണ് TMC MP ആയിരുന്ന മഹുമ മൊയ്ത്രയുടെ പ്രസ്താവന പ്രസക്തമാകുന്നത്. അവർ ചോദിക്കുന്നൊരു പ്രധാന ചോദ്യമുണ്ട്. ഈദ് നമസ്കാരത്തിനായി റെഡ് റോഡ് ഉപയോഗിക്കാൻ അനുമതി നിഷേധിച്ച ഭരണകൂടം എങ്ങനെയാണ് യോഗാ ദിനത്തിനായി ഒരാഴ്ചയോളം അതേ റോഡ് അടച്ചിടുന്നത്? നമുക്ക് ചരിത്രം പരിശോധിച്ചാൽ കാണാം, വർഷങ്ങളായി കൊൽക്കത്തയിലെ റെഡ് റോഡിൽ ഈദ് പ്രാർത്ഥനകൾ നടന്നിരുന്നു. എന്നാൽ ഗതാഗത തടസ്സങ്ങൾ ചൂണ്ടിക്കാട്ടി ഈയിടെ അത് ബ്രിഗേഡ് പരേഡ് ഗ്രൗണ്ടിലേക്ക് മാറ്റി. അന്ന് സർക്കാരിന്റെ വാദം പൊതുജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകരുത് എന്നായിരുന്നു. എന്നാൽ ഇപ്പോൾ അതേ റെഡ് റോഡ് യോഗാ ദിനത്തിനായി അടച്ചിടുമ്പോൾ ഈ സർക്കാർ എവിടെ പോയി? ഈ ചോദ്യം സമൂഹത്തിൽ വലിയ ചർച്ചയാവുകയാണ്. ഈ സംഭവത്തിൽ മറ്റൊരു വശം കൂടിയുണ്ട്. യോഗാ ദിനത്തിൽ സർക്കാർ ജീവനക്കാർ നിർബന്ധമായും പങ്കെടുക്കണമെന്ന ഉത്തരവ്. സ്വന്തം ഇഷ്ടപ്രകാരം മാത്രം നടത്തേണ്ട ഒരു ശാരീരിക ആത്മീയ പരിശീലന പരിപാടി ഒരു സർക്കാർ ഉത്തരവിലൂടെ അടിച്ചേൽപ്പിക്കുമ്പോൾ അത് ജനാധിപത്യ മര്യാദയാണോ? ഇതിനെതിരെയും കോടതിയിൽ ഹർജി എത്തിയിരുന്നു. കോടതിയുടെ ഇടപെടലുകൾ ഈ വിഷയത്തിൽ സർക്കാരിന് വലിയ തിരിച്ചടിയാണ് നൽകിയത്. പൊതു ഇടങ്ങളെ ഉപയോഗിക്കുമ്പോൾ സർക്കാർ പാലിക്കേണ്ട നിഷ്പക്ഷത എവിടെയാണ് നഷ്ടപ്പെട്ടതെന്ന് കോടതിയും പരോക്ഷമായി ചോദിക്കുന്നുണ്ട്. ഇവിടെ നാം ചിന്തിക്കേണ്ടത് ഒരു റോഡ് ആരുടേതാണ് എന്നതാണ്. അത് പ്രധാനമന്ത്രിയുടെ പരിപാടിക്കാണോ അതോ ഒരു മതപരമായ ചടങ്ങിനാണോ എന്നത് വിഷയമല്ല. പൊതു റോഡുകൾ ജനങ്ങളുടെ സഞ്ചാര സ്വാതന്ത്ര്യത്തിനുള്ളതാണ്. അത് ഒരാഴ്ചയോളം അടച്ചിടുന്നത് ഏത് തരത്തിലുള്ള ജനാധിപത്യമാണ്? വരേണ്യവർഗത്തിന്റെ ആഘോഷങ്ങൾക്കായി സാധാരണക്കാരന്റെ സഞ്ചാര സ്വാതന്ത്ര്യം ബലികഴിക്കുന്നത് എക്കാലത്തും വലിയ വിമർശനങ്ങൾക്ക് കാരണമായിട്ടുണ്ട്. അവസാനമായി, ഇത് ചെറിയൊരു സംഭവമായി കാണാനാവില്ല. പൊതുസ്ഥലങ്ങളുടെ ഉപയോഗത്തെ ചൊല്ലി ഭരണകൂടം കാണിക്കുന്ന ഈ വിവേചനം ഭാവിയിൽ കൂടുതൽ വലിയ സാമൂഹിക അസ്വസ്ഥതകൾക്ക് വഴിവെക്കും. ഭരണകൂടത്തിന്റെ തീരുമാനം ഏകപക്ഷീയമാകുമ്പോൾ അവിടെ പൗരന്റെ അവകാശങ്ങൾ ചോദ്യം ചെയ്യപ്പെടുന്നു. റെഡ് റോഡിലെ ഈ നിശബ്ദത യഥാർത്ഥത്തിൽ കൊൽക്കത്തയിലെ ജനാധിപത്യത്തിന് നൽകുന്ന മുന്നറിയിപ്പാണ്. ഇതാദ്യമായിട്ടല്ല മുസ്ലിം സമൂഹത്തിന്റെ പ്രാർത്ഥനകളോട് ഭരണകൂടം ഇരട്ടത്താപ്പ് കാണിക്കുന്നത്. ഹിന്ദു ആഘോഷങ്ങളെല്ലാം റോഡ് ബ്ലോക്ക് ചെയ്തും മണിക്കൂറുകളോളം വണ്ടി തടഞ്ഞും ആഘോഷിക്കുമ്പോൾ 1 മണിക്കൂറോ 2 മണിക്കൂറോ ഉള്ള നമസ്കാരം റോഡ് സൈഡിലൊന്നും പാടില്ല എന്ന് BJP ഭരിക്കുന്ന പല സംസ്ഥാനങ്ങളിലും സർക്കാരുകൾ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ സ്വന്തം മതത്തിലെ ആഘോഷങ്ങൾ ഇങ്ങനെ റോഡ് ബ്ലോക്ക് ചെയ്ത് നടത്തുമ്പോൾ അതിനെതിരെ പ്രതികരിക്കാൻ ഇവർ തയ്യാറാകാറുമില്ല. ഈ ഇരട്ടത്താപ്പിനെ കുറിച്ചാണ് മഹുമ മൊയ്ത്രയും പറയുന്നത്.